Hey, my dear beautiful souls, welcome back to my channel Divine Speaks. ഇന്ന് ബർത്ത് സ്റ്റാർ മകയിരം നക്ഷത്രത്തിന്റെ എനർജി ട്രാൻസ്ഫോർമേഷൻസ് എന്തൊക്കെയാണ് മേജർ ഇൻസിഡൻസ് മേജർ ചേഞ്ചസ് എന്ന് നമുക്ക് നോക്കാം. അവരുടെ ലൈഫിൽ എന്തൊക്കെ മേജർ ചേഞ്ചസ് ആണ് ഈ ഒക്ടോബർ മാസത്തിൽ ഉണ്ടാകാൻ പോകുന്നത്, അവരുടെ കരിയറിലും ഫാമിലി ലൈഫിലും വിദ്യാഭ്യാസത്തിലും ലവ് ലൈഫിലും ഒക്കെ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്തൊക്കെ മേജർ ചേഞ്ചസ് ആണ്, എന്ത് മേജർ ട്രാൻസ്ഫോർമേഷൻ ആണ് മകയിരം നക്ഷത്രത്തില് ജനിച്ചവർക്ക് ഒക്ടോബർ മാസത്തില് വരാനുള്ളത് അല്ലെങ്കിൽ അറിയേണ്ടത്. ഓക്കെ, എന്താണ് അവരുടെ ഒക്ടോബർ മന്ത് എനർജി, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, കരിയറിലെ ഗ്രോത്ത്, ഫാമിലി. ഓക്കെ, ഓക്കെ, മകയിരം നക്ഷത്രക്കാർക്ക് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു റീഡിംഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം എന്തൊക്കെയോ സെറ്റ് ബാക്സ് നേരിട്ടിരുന്നുവെങ്കിൽ അതൊക്കെ മറന്നുകൊണ്ട് ഒരു സമാധാനം തേടിയുള്ള ഒരു യാത്രയിലാണ്. അതായത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, പഴയ വിഷമങ്ങളോ ദുഃഖമോ ഒക്കെ അത് മനസ്സിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് നിന്ന് പിന്നെയും ഒരു ഐഡിൽ സ്റ്റേജിൽ ഇരിക്കാതെ പുതിയ വർക്ക്, പുതിയ കാര്യങ്ങൾ അവരുടെ ലൈഫിലേക്ക് ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സമയമായിട്ടാണ് ഈ മാസം കാണുന്നത്. അതുപോലെ വളരെ ഫിനാൻഷ്യൽ റിസ്കിൽ നിൽക്കുന്ന സമയത്ത് പോലും അവര് ധനവിനിയോഗം അല്ലെങ്കിൽ എക്സ്പെൻസ് അവരുടെ കൂടുതലായിരിക്കും ഈ മകയിരം നക്ഷത്രക്കാർ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫിനാൻഷ്യൽ കണ്ടീഷനിൽ ബോധേഡ് ആയിരിക്കുക. അതുപോലെ ബിസിനസ്സിലൊക്കെ പണം ചിലവാക്കുമ്പോൾ അത് നമുക്ക് കബളിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ ഏറ്റെടുത്ത കാര്യം വളരെ സ്റ്റേബിൾ ആയിട്ട് തന്നെ ചെയ്തു തീർക്കും. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ മാസത്തെ കുറച്ച് എന്തൊക്കെയോ തിരിച്ചടികൾ കിട്ടിയ ഒരു മാസമായിരുന്നു എങ്കിൽ അതിൽ നിന്ന് റിക്കവറായി വരുന്ന ഒരു ടൈമാണ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് ആണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ എല്ലാം സഹിച്ചുള്ള ഒരു യാത്രയാണ്. എന്ന് വെച്ചിട്ട് സഹിക്കുന്നത് എല്ലാം പിന്തള്ളിക്കൊണ്ടല്ല, എല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇനി എന്താണ് ലൈഫിൽ എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സാമ്പത്തികമായി വളരെ നല്ല സമയമാണ്. ഈ ഒരു നമ്മുടെ കയ്യിലിരിക്കുന്ന പണം അനാവശ്യമായി ചിലവാക്കി നമ്മളൊരു ഫിനാൻഷ്യൽ റിസ്കിൽ ഉൾപ്പെടുന്നത് ഒഴിച്ചാൽ, അങ്ങനെ ഉൾപ്പെടാതിരുന്നു കഴിഞ്ഞാൽ സാമ്പത്തിക മേഖല, സാമ്പത്തികം എന്ന് പറയുന്ന ഒരു സ്റ്റേജ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് ധനത്തിന് കുറവൊന്നുമില്ല, ഏണിങ്സ് ഒക്കെ വരുന്നുണ്ട്, സമ്പത്തൊക്കെ കയ്യിൽ തന്നെ ഉണ്ട്, സമ്പത്തിന്റെ വരവൊക്കെ ഉണ്ട്, നല്ല ഫ്ലോ ഓഫ് ക്യാഷ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, പിന്നെ എന്താ പറയാ, ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മൾ ആദ്യത്തെ കാർഡ് തന്നെ കാണുന്നത് നിങ്ങളുടെ എല്ലാം മറന്നുകൊണ്ട് എല്ലാം സഹിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു സഹനത്തിന്റെ കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, 9 of Wands. അപ്പോൾ എല്ലാം സഹിച്ചുകൊണ്ട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ പൂർണ്ണമായും ചെയ്തു തീർക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തു തീർക്കുന്ന സമയത്ത് എന്തോ ഒരു ട്രാൻസ്ഫോർമേഷൻ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതുപോലെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഓൾമോസ്റ്റ് നമുക്ക് ഒരു പോസിറ്റീവ്
ആണ്, നമുക്കൊരു ബെനിഫിറ്റ് ആയിട്ടാണത് കിട്ടുന്നത്, നമുക്കതൊരു ഗുണകരമാണ്. അതുപോലെ നിങ്ങൾക്ക് കുടുംബ സ്വത്തൊക്കെ കിട്ടാനുള്ള അല്ലെങ്കിൽ അത് ഭാഗം വയ്ക്കുന്ന ഒരു അവസരവും സമയവും ഒക്കെ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അനുകൂലമായ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ ഒരു സമയമാണ് അത് കിട്ടാനുള്ള, അത് കിട്ടും എന്നൊക്കെയാണ് കാണുന്നത്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് അത്ര നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടല്ല കാണുന്നത് ഇവിടെ. ഹാർട്ട് ബ്രേക്ക് ഒക്കെ, ഹാർട്ട് ബ്രോക്കൺ, ഓക്കെ. അതുപോലെ ഒരു ഒറ്റപ്പെടൽ, വേർപിരിയൽ, സെപ്പറേഷൻ ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നടക്കാൻ ഒരു സാധ്യത ഉണ്ട് ഈ ഒക്ടോബർ മന്തിൽ. അപ്പോൾ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ വരുമ്പോൾ തന്നെ അത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോവുക, അത് വലിയ വലിയ പ്രശ്നങ്ങളാക്കാതിരിക്കുക എന്നുള്ളതാണ്. ട്രാൻസ്ഫോർമേഷൻ എപ്പോഴും ഒരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്, കാരണം നമുക്കിവിടെ സൺ കാർഡ് വന്നിട്ടുണ്ട്, അതൊരു പോസിറ്റീവ് സൈഡാണ്. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ എപ്പോഴും എന്തുകൊണ്ടും ഒരു പോസിറ്റീവ് ആയിരിക്കും. ഈ ഒരു വേർപിരിയൽ, ഒരു സെപ്പറേഷൻ, അത് നമ്മളൊരു ഒറ്റപ്പെടൽ, അത് സംഭവിക്കുകയാണെങ്കിൽ നമ്മളൊരു ഒറ്റപ്പെടുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഈ മകയിരം നക്ഷത്രക്കാർക്ക് ഒരു ശൂന്യതയൊക്കെ ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരിക്കലും ആ ഒരു സ്റ്റേജിലേക്ക്, ആ ഒരു കണ്ടീഷനിലേക്ക് നമ്മുടെ ലൈഫ് കൊണ്ട് എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ധനപരമായിട്ടൊക്കെ നല്ല സമയമാണ്. ജോലിയിൽ ഇഷ്ടപ്പെട്ട ജോലിയൊക്കെ ചെയ്യാനുള്ള അവസരം കിട്ടും ഈ ഒരു മന്തിൽ. നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള നിങ്ങളുടെ പാഷൻ എന്താണോ അതൊക്കെ ഫോളോ ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ജോലിയൊക്കെ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, നിങ്ങൾ അങ്ങനെ നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്ന സമയത്ത് കിട്ടുന്നത് ഒരു പോസിറ്റീവാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ഉയർച്ച കൊണ്ടുവരുന്ന ഒരു സമയമായിരിക്കും. പിന്നെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് റിലേഷൻഷിപ്പിലാണ്, അല്ലെങ്കിൽ ഫാമിലി ഉള്ളതാണെങ്കിൽ ഫാമിലി ലൈഫിൽ ഒരു സെപ്പറേഷൻ ഒന്നും, ഭാര്യ ഭർത്താവ് എന്നുള്ള നിലയിലുള്ള ഒരു സെപ്പറേഷൻ ഒന്നും ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ കൂടുതൽ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ അത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ധനസ്ഥിതിയൊക്കെ വളരെ സ്റ്റേബിൾ ആണ്. ക്യൂൻ ഓഫ് പെന്റക്കിൾസ് എന്ന് വെച്ചാൽ പ്രോസ്പെറിറ്റിയുടെ കാർഡാണ്. ഭയങ്കര നല്ല ഒരു സമയമാണ്. കുടുംബ സ്വത്തൊക്കെ കിട്ടാനുള്ള ഒരു അവസരം കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അനുഭവയോഗമുണ്ട്. അപ്പോൾ കുടുംബ സ്വത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീതം കിട്ടാനുള്ള ഒരു സമയമൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ അതിന് അനുകൂലമായ സാഹചര്യങ്ങളോ ഒക്കെ വന്നു ചേരും, വ്യക്തികളോ ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നതാണ്. ഓക്കെ, ഇതാണ് മകയിരം നക്ഷത്രക്കാർക്ക് ഈ ഒരു റീഡിങ്ങിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ, പണം ചിലവാക്കുമ്പോൾ ഒരിക്കലും റിസ്ക് എടുത്തുകൊണ്ട് പണം ചിലവാക്കാതിരിക്കുക. അതായത് നമ്മുടെ കയ്യിലുള്ള പണം നമ്മൾ ചിലവാക്കുമ്പോൾ അത് എത്രത്തോളം ഉപയോഗപ്പെടുന്നു എന്നുകൂടി ചിന്തിക്കുക, അല്ലാതെ ഒരു ഫിനാൻഷ്യൽ റിസ്ക് ഏറ്റെടുക്കാതിരിക്കുക. അങ്ങനെ റിസ്ക് ഏറ്റെടുക്കേണ്ട ഒരു സ്റ്റേജ് വരുമെന്നാണ് ഇവിടെ കാണുന്നത്. സോ അതിലൊന്ന് കെയർഫുൾ ആയിരിക്കുക. പിന്നെ ഒരു സെപ്പറേഷൻ, അതിലും ഒരു കരുതൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ഓൾമോസ്റ്റ് ഇതാണ് നമുക്ക് കിട്ടുന്ന റീഡിങ്, ഇതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഇതൊരു ജനറിക് റീഡിംഗ് ആണ് കേട്ടോ. മകയിരം ബർത്ത് സ്റ്റാറിൽ അവരുടെ സമയവും ഒക്കെ വെച്ചിട്ട് ഒരുപാട് മാറ്റം വരും. നമ്മുടെ ടാരോ റീഡിംഗ് ആണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് എനർജി മാത്രം അട്രാക്ട് ചെയ്യുക. ഓക്കെ, അല്ലാത്തവ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുമായി കണക്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിന് ലൈക്ക്, അതുപോലെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, hope you like this video. Stay tuned. Have a nice day.